ഏറെ നാളായി തൻ്റെ ഉള്ളത്തിലിരിപ്പോരു കാര്യം അന്നുമ തൻ്റെ കാന്തനോടുര ചെയ്തു. ലോകേശനായ നാഥ, അങ്ങെന്നും ഒരു വീടുമാ ദൈവനാമമേതെന്ന് അറിയാനുള്ളിൽ മോഹം. എന്നോട് ജിജ്ഞാസയിൽ തെറ്റൊന്നുമില്ലെന്നാകിൽ ഏതാണാ ശക്തിയെന്ന് ചൊല്ലിടുകെന്നോടിപ്പോൾ. എന്നതു കേട്ടു സർവൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ചൊല്ലിനാൻ ഉമയോടു തന്നുടെ മനോഗതം. ഞാനിന്നു സംപ്രീതനായി നിന്നുടെ ജിജ്ഞാസയിൽ ശ്രീരാമചിന്തകളാണെന്നും എൻ മനമാകെ അദ്രിജയതു കേട്ടിട്ടാരൂഢ ഭക്തിയോടെ ഈ വിധം അപേക്ഷിച്ചാൽ ഈശനോടത്യാദരം. ശ്രീരാമ കഥ കേൾക്കാൻ എന്നുള്ളിലുണ്ട് മോഹം. ആരോടു ചോദിക്കണമെന്നുള്ളത് അറിഞ്ഞില്ല. രാമന്റെ ചരിതങ്ങൾ തിരുവുള്ളത്തിലുണ്ടേലങ്ങത് ചൊല്ലിയിടണമെന്നോടു കനിഞ്ഞിപ്പോൾ. രാമന്റെ കഥ കേൾക്കാൻ ശൈലജ മോഹിച്ചപ്പോൾ ഈശാനനുര ചെയ്ത ആമോദമോടെ യുദ്ധം. ശ്രേഷ്ഠമാം രാമകഥ ആസ്വദിച്ചിടാനുള്ളോരു ആകാംക്ഷ ഇന്നോളവും ആരുമേ കാട്ടില്ല. ഇപ്പോൾ അതെന്റെ നാഥ എന്നോട് ചോദിച്ചതിൻ എന്നോടേ പുണ്യമായി കണ്ടു ഞാനുര ചെയ്യാം. ഇപ്പോൾ അതെന്റെ നാഥ എന്നോട് ചോദിച്ചതിന്ന് എന്നോട് പുണ്യമായി കണ്ട് ഞാനുര ചെയ്യാം. ഇക്കഥ ചൊല്ലുവോരും കേൾപ്പോരും അറിവോരും പാപത്തിൻ കറ നീങ്ങി മോക്ഷത്തിനർഹരാകും. നിന്നുടെ ഔത്സുക്യത്തിൽ അത്യന്ത സന്തുഷ്ടൻ ഞാൻ. കേട്ടുകൊള്ളുകെങ്കിലടോ ശ്രീരാമകഥാമൃതം. ശ്രീരാമഭക്തനാകും ആഞ്ജനേയനോടന്ന് ജാനകി ചൊന്ന കഥ ചൊല്ലിടാം ഞാൻ.